ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം കൃഷ്ണ ചേച്ചിയുടെ വീട്ടിലാണ്. നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്താണ് കൃഷ്ണ ചേച്ചിയുടെ സ്ഥലം. അപ്പോൾ കൃഷ്ണ ചേച്ചിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമുക്കൊരു അടിപൊളി ഡേറ്റ്സ് പിക്കിളാണ് ഉണ്ടാക്കി തരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ചേച്ചി, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. അപ്പോൾ പ്രേക്ഷകരോട് എന്തൊക്കെയാണ് നമ്മളുടെ രുചിക്കൂട്ടിൻ്റെയും കേക്ക് കോർണറിൻ്റെയും ഓണർ ആൻഡ് ഫൗണ്ടറാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊന്ന് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ കേക്ക്സ് കോർണർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എല്ലാ ടൈപ്പ് കേക്ക്സും, തീം കേക്ക്സും ബർത്ത്ഡേ കേക്ക്സും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഓൾ ഓവർ ട്രിവാൻഡ്രം നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഡെലിവറി ആളായിട്ട് ഉണ്ടോ? ഞങ്ങൾക്ക് ഡെലിവറി ബോയ് ഉണ്ട്. അത് കൂടാതെ ഞങ്ങൾ ഡെലിവറി സർവീസസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് വലിയ വലിയ 2 ടയർ 3 ടയർ കേക്ക്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പേഴ്സണലി ഡെലിവറി ചെയ്ത് കൊടുക്കാറുണ്ട്, സേഫ്റ്റി നോക്കിയിട്ട്. പിന്നെ നമ്മുടെ രുചിക്കൂട്ട് എന്ന് പറയുന്നത് ഒരു കാറ്ററിംഗ് യൂണിറ്റ് ആണ്. അവിടെ ഞങ്ങൾ സദ്യാസ് ആണ് ഞങ്ങളുടെ മെയിൻ മാസ്റ്റർ പീസ് എന്ന് എല്ലാവരും പറയാറുണ്ട്. എങ്കിലും നമ്മൾ എല്ലാ നോൺ വെജ് ഐറ്റംസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. ടിഫിൻ സർവീസസ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല രീതിയിലുള്ള ഫുഡാണ് ഞങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നത്. ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ് ആണ്. ഇത് ഞങ്ങളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന എല്ലാവരും സെയിം അഭിപ്രായം തന്നെയാണ് പറയുന്നത്. ഞങ്ങളുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ അത്രയും നല്ല ഐറ്റംസ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് എല്ലാവർക്കും ഞങ്ങൾ സെർവ് ചെയ്യുന്നത്. പിന്നെ പ്രീ ബുക്കിംഗ് ആവശ്യമാണ്. കേക്സിനായിരുന്നാലും നമുക്ക് ഫുഡിനായിരുന്നാലും പ്രീ ബുക്കിംഗ് ആവശ്യമാണ്. അതനുസരിച്ചിട്ട് ബൾക്ക് ക്വാണ്ടിറ്റിയിലും നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇവന്റ്സിനും എല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാറുണ്ട്. ഹെൽപ്പിന് ആളുണ്ടോ അതോ ഒറ്റയ്ക്കാണോ? ഞങ്ങൾക്ക് ഹെൽപ്പിന് ആളുണ്ട്. ഞങ്ങൾ വലിയ കാറ്ററിംഗ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ വേറെ ആളിനെ ഹയർ ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഇരിക്കുകയാണ്, നാളെ സദ്യ കഴിക്കണം എന്ന് തോന്നി, അപ്പോൾ എന്താ ചെയ്യാ? നാളെ സദ്യ കഴിക്കാൻ തോന്നുവാണെങ്കിൽ എൻ്റെ കോൺടാക്ട് നമ്പർ അവൈലബിൾ ആണ്. എൻ്റെ FB പേജിലും ഇൻസ്റ്റാ പേജിലും എല്ലാം അവൈലബിൾ ആണ്. അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മുൻകൂട്ടി ഓർഡർ തരണം എന്നുള്ളൊരു ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും അവൈലബിൾ ആണ്. ഞങ്ങൾ ഹോം ഡെലിവറിയും അവൈൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഫേസ്ബുക്കിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രുചിക്കൂട്ട് ബൈ കൃഷ്ണ രഞ്ജിത്ത് എന്നാണ് FBയിലെ പേര്. കേക്ക്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ദി കേക്ക്സ് കോർണർ എന്നാണ് FBയിലെ പേര്. ഇൻസ്റ്റയിലും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതിൽ കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്. അതെ, നമുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ്സും ഉണ്ട്. ഗ്രൂപ്പ്സ് ഉണ്ട്, ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ് ഉണ്ട്. അതിലും നമുക്ക് നമ്മുടെ അപ്ഡേറ്റ്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും നമ്മൾ യൂട്യൂബിലും ഒക്കെ നമ്മളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പാർട്ട് ആകണം എന്നുണ്ടെങ്കിൽ അതിലൊന്ന് കമന്റ് ചെയ്താൽ മതി അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ്, രുചിക്കൂട്ടിന്റെയും കേക്ക്സ് കോർണറിന്റെ ഒക്കെ റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡേറ്റ്സ് പിക്കിൾസും ഒക്കെ കൊടുക്കാറുണ്ടോ? സെയിൽസിനുണ്ടോ? യൂഷ്വലി ഞങ്ങളടുത്ത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. സദ്യാസിന്റെ കൂടെയും ഞങ്ങളുടെ ബിരിയാണിയുടെ കൂടെയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും പിക്കിൾ യൂസ് അത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങളടുത്ത് ചോദിക്കാറുണ്ട്, പിക്കിൾസ് സെയിൽ ചെയ്യാറുണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കൊടുക്കാറുണ്ട്. അല്ലാതെ ഞങ്ങളുടെ ഒരു ബ്രാൻഡ് ലേബലിൽ ഞങ്ങൾ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് നമുക്ക് വാണ്ടഡ് വരുന്നത് കൊണ്ട്, എൻക്വയറീസ് വരുന്നത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ വരുന്നവർക്ക് മാത്രം ഞങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട്. ഞങ്ങളുടെ ലെമൺ പിക്കിൾ ഒക്കെ നല്ലൊരു നമ്മുടെ മാസ്റ്റർ പീസ് എന്ന എല്ലാവരും പറയുന്നത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണിയുടെ കൂടെയുള്ള പോകുന്ന പിക്കിളാണ് ഞങ്ങളുടെ ഈ ഡേറ്റ്സ് പിക്കിൾ. ആ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അതെ, ഇത് ഡേറ്റ്സ് പിക്കിൾ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്കിളാണ്. അതെ, അപ്പൊ എന്തായാലും നമ്മൾ ഒരുപാട് സംസാരിച്ചു നിന്നു. ഇനി നമുക്ക് കുക്കിംഗിലേക്ക് കിടക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത് പറയാം. ഇൻഗ്രീഡിയൻസ് ഇത് ഞങ്ങൾ മെയിനായിട്ട് വിനിഗർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ശർക്കരയാണ്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര യൂസ് ചെയ്യാൻ കുഴപ്പമില്ല. ശർക്കരയാണ് ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഗാർലിക് ഉണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, കറിവേപ്പില, വറ്റൽ മുളക്, ഉപ്പ്, പിന്നെ ഇത് നല്ലെണ്ണയാണ്. പിന്നെ ഡേറ്റ്സ്, വെള്ളം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന ടൈമിലേക്ക് നമുക്ക് ക്വാണ്ടിറ്റി കൂടെ പറഞ്ഞ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കി തീരുമ്പോൾ എത്ര ക്വാണ്ടിറ്റി വരുമായിരിക്കും? ക്വാണ്ടിറ്റി വന്നിട്ട് ഇത് 1/2 kg ഡേറ്റ്സ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പം നമുക്കൊരു 10-20 പേർക്ക് നമുക്ക് സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. പിക്കിളല്ലേ, അപ്പോൾ ഇച്ചിരി. പിന്നെ പിക്കിള് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കും. അത് വേറെ കാര്യം, അന്നേരം കഴിഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ നമുക്കിത് ലൂസ് ആക്കണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ലൂസാക്കി എടുക്കാം. കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ. പിന്നെ ഇത് പിക്കിൾ ആയതുകൊണ്ട്, ഈ ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ വെള്ളം ഒത്തിരി അബ്സോർവ് ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് അധികം വെള്ളം ചേർത്താലും പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
എത്ര കാലം ഇരിക്കും ഈ ഡേറ്റ്സ് പിക്കിളൊക്കെ ഉണ്ടാക്കുന്നത്? ഇതിൽ നമ്മൾ അധികം വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ പിക്കിൾ ചേർക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് കഴിയുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടി വരും. പിന്നെ വിനീഗറൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒത്തിരി എണ്ണയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ലൈഫ് കിട്ടും. കുറച്ച് നല്ലെണ്ണയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, എണ്ണയൊക്കെ ഒത്തിരി യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നല്ലെണ്ണ ആകുമ്പോൾ ടേസ്റ്റ് കുറച്ചുകൂടെ. പിന്നെ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിലും നല്ലെണ്ണ നല്ലതാണ് പിക്കിളിന് ആയിരുന്നാലും. പിന്നെ ആ നല്ല എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കാം. ഓക്കെ. സ്പെഷ്യലായിട്ട് നമുക്ക് ഇതിൽ ഒന്നും പറയാനില്ല, എല്ലാം നോർമൽ നമ്മൾ പിക്കിൾസ് ഉണ്ടാക്കുന്ന ആ സെയിം പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ പിക്കിളിന് യൂഷ്വലി കുറച്ച് കടുക്, പിന്നെ ഇതേപോലെ തന്നെ ഉലുവ, ഇതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അധികം ഇടുന്നത് നല്ലതാണ്. ഓക്കെ. നമുക്ക് ആ പിക്കിളിനൊരു ടേസ്റ്റ് കൂട്ടാനായിരുന്നാലും അതിൻ്റെ ലൈഫിനായിരുന്നു. ഇതിപ്പോൾ പൊടിച്ച കടുകാണോ? അല്ലല്ല, ഇത് കുഞ്ഞായിട്ടുള്ള കടുക് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇങ്ങനത്തെ അതന്നെ പിക്കിൾ ഇങ്ങനെ കൊടുക്കുന്നത് കാരണം കുഞ്ഞു കുഞ്ഞു കടുകിടാന്ന് അങ്ങനെയല്ല, ഇത് നമുക്ക് നോർമലി ഇപ്പൊ കിട്ടിയത് അതുകൊണ്ട് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. ഓക്കെ. അപ്പം നമ്മൾ എന്തായാലും എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചുകൊണ്ടിരിക്കാം. കടുക് പൊട്ടി തുടങ്ങി. ഇനി നമുക്ക് ഇതിലോട്ട് വറ്റൽമുളകൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ചിലർക്ക് അതൊക്കെ കടിക്കുന്ന ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമല്ലായിരിക്കും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പം ഞാനൊരു 3 എണ്ണം ചേർത്ത് കൊടുക്കുന്നു. ഓക്കെ. ഞാൻ ആദ്യമായിട്ടോ ഇത്രയും ചെറിയ കടുക് കാണുന്നു. ഞാൻ ഓർത്ത് ഒരു സൈസ് കടുക്. ചിലർക്ക് കടുക് ഇങ്ങനെ വലിയ കടുക് ഇങ്ങനെ കടിക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ ഇതാവുമ്പോ നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും സൈഡിൽ കടുകിന്റെ ഒരു ടേസ്റ്റ് വരിക. ഇതാവുമ്പോ അറിയത്തില്ല, കടുക് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. കറിവേപ്പില എനിക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് കറിവേപ്പില. അത് നന്നായിട്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നത് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടാണ്. ക്വാണ്ടിറ്റി ഞാനിത് ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അത്രയേ ചേർത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ചേർക്കാം. ഇതിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒന്ന് ആ വെളുത്തുള്ളിയുടെ മണം ഈ എണ്ണയിലോട്ടൊന്ന് ഇറങ്ങണം. ഒന്ന് ജസ്റ്റ് ഓക്കെ. അപ്പം നമ്മൾ നോർമലായിട്ട് നമ്മൾ കടുക് നമ്മൾ താളിക്കത്തില്ലേ, അതാണ് ഇപ്പൊ ചെയ്തത്. വേണേൽ കുറച്ച് ജിഞ്ചറോ പിന്നെ ചില്ലിയോ ഗ്രീൻ ചില്ലിയോ ഒക്കെ വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മൂത്തു. ഇത് ഒത്തിരി അങ്ങ് ബ്രൗണിഷ് ആകേണ്ട കാര്യമില്ല. ഈ സമയത്ത് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത്, പൊടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ സിമ്മിലാക്കിയിട്ട് വേണം, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇതിപ്പോ ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. ഇത് കുറച്ചൊരു സ്പൈസിയും ഒരു സ്വീറ്റും ആയിട്ടുള്ള ഒരു പിക്കിളാണ്. അപ്പോൾ നമുക്ക് മുളക് എരിവിനനുസരിച്ച്, ചില മുളക് പൊടികൾ കുറച്ച് സ്പൈസി ആയിരിക്കും, ചിലത് കുറച്ച് സ്പൈസ് കുറവായിരിക്കും. അതനുസരിച്ചിട്ട് നമുക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ കാശ്മീരി ഇത് മിക്സ് ചെയ്ത് പൊടിച്ചതാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ വാങ്ങി ഉണക്കി പൊടിപ്പിക്കുന്നതാണ്. ഇത് 500 ഗ്രാംസ് കാശ്മീരി, 500 ഗ്രാംസ് നമ്മുടെ നോർമൽ ചില്ലി എന്നുള്ള രീതിയിൽ കളറും കിട്ടും എരിവും കിട്ടും, അങ്ങനെ പൊടിപ്പിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഈ ഷെഷ്വാൻ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ കാശ്മീരി തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് അതാണ് കളറും, അതിനൊരു ഒത്തിരി സ്പൈസ് നമ്മൾ വേണ്ടല്ലോ. ഇതിപ്പം ഡേറ്റ്സിന്റെ കാര്യം ചോദിക്കാൻ പറ്റുമ്പോൾ ഡേറ്റ്സ് നമ്മൾ 1 കിലോ ആണ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു. 1 കിലോ ആണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് കുരു കളഞ്ഞിട്ടല്ലേ വെച്ചേക്കുന്നത്? കുരു കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെ വാങ്ങിയ ഡേറ്റ്സ് ആണ്, അല്ലാതെ വേറെ ഒന്നും തന്നെ അതിൽ ചേർത്തിട്ടുമില്ല, ചെയ്തിട്ടുമില്ല. കാരണം അങ്ങനെ തന്നെ നമുക്ക് കുരു കളഞ്ഞിട്ട് ചോപ്പ് ചെയ്തതായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെ ചോപ്പ് ചെയ്ത് കുരു കളഞ്ഞത് വാങ്ങാൻ കിട്ടും. അത് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇത് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇതിൽ കുക്കിംഗ് ടൈമിൽ ഈ ഡേറ്റ്സ് നന്നായിട്ട് മെൽറ്റ് ചെയ്യും. അപ്പം നമ്മൾ അല്ലാതെ കുരു ഉള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുരു മാറ്റിയിട്ട് ഇങ്ങനെ അങ്ങ് എടുത്താൽ മതി. നമുക്ക് കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ആ ഒരു ഇത് മാറി അലിഞ്ഞ് ചേർന്നോളും കുക്ക് ആവുമ്പോഴത്തേക്കും. എത്ര ടൈമാണ് നമ്മൾ കുക്കിംഗ് ടൈം എത്രയാ കൊടുക്കുക? കുക്കിംഗ് ടൈം ഇനി നമ്മൾ ഇതിലോട്ട് വിനിഗർ ഒക്കെ ചേർക്കും. വിനിഗർ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും പിന്നെ ഫാസ്റ്റ് പ്രോസസ് ആണ്, പെട്ടെന്ന് തന്നെ അത് അതിലോട്ട് ഇതായിക്കോളും, ഇൻകോപ്പറേറ്റ് ആയി വന്നോളും. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് തീ ഒന്ന് കൂട്ടി കൊടുക്കാം, കാരണം എന്താ വെച്ചാൽ ചൂട് കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഡേറ്റ്സ് ഇടുമ്പോഴത്തേക്കും അതിൽ കുറച്ച് ചൂട് കയറാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. ഇനി ഇതിലോട്ട് വിനിഗർ ആഡ് ചെയ്ത് കൊടുക്കാം. വിനിഗർ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. വിനിഗറിന് പകരം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് പുളി ഉണ്ടല്ലോ, വാളൻപുളി പിഴിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം. വിനിഗർ ആണെങ്കിൽ കുറച്ചുകൂടി ഇരിക്കുന്ന ടൈം ഇതായിരിക്കും, ഇരിക്കുന്ന ടൈമും കൂടുതലായിരിക്കും. ടേസ്റ്റ് വൈസ് ആണെങ്കിലും
പുളിയെക്കാളും ഇതാണ് നമുക്കൊരു പുറത്തുനിന്ന് വാങ്ങുന്ന ടേസ്റ്റ് വരുന്നത്. ഈ സെയിം പ്രോസസ്സിൽ തന്നെ നമുക്ക് പിന്നെ ക്യാരറ്റ് ചെയ്യാം, പിന്നെ ബീട്രൂട്ട് ചെയ്യാം, പിന്നെ നമ്മുടെ മിക്സഡ് ഡ്രൈ ഫ്രൂട്ട്സ് ചെയ്യാം, നമ്മുടെ കിസ്മിസ് ഒക്കെ ഉണ്ടല്ലോ അത് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ വിനീഗറും ഒക്കെ ചേർത്ത് നമ്മളിങ്ങനെ വിനീഗർ ചേർത്തു, അത് ജസ്റ്റ് ഒന്ന് കുക്കായി ഉടഞ്ഞു വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നമ്മളുടെ ആവശ്യാനുസരണം ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ½ kg ഒക്കെ ആണെങ്കിൽ ഞാനിതിപ്പോൾ ഒരു 1.5 കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ശർക്കര, ഓക്കെ, അപ്പൊ തീർന്നു, അതുകൂടെ ആവുമ്പോഴേക്കും തീരും. ശർക്കര ആഡ് ചെയ്തിട്ട് നമുക്ക് ആ ശർക്കര ഒന്ന് അലിച്ച് നമുക്ക് സ്വീറ്റ് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാക്കണം. പിന്നെ സോൾട്ട് ആഡ് ചെയ്ത് രണ്ടും നമ്മുടെ ടേസ്റ്റ് നമുക്ക് ബാലൻസ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഇതിപ്പോ നമ്മൾ എത്ര ശർക്കര എടുത്തിട്ടുണ്ട്? ശർക്കര ഇപ്പോൾ ഞാനിതിപ്പോ ഒരു പീസ് കട്ട് ചെയ്ത് ഇത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്, ചെറിയ ചെറിയ പീസ്. ഇതിൽ ഞാനിപ്പോ ഒരു പീസ് അതേ കൂട്ടി തന്നെ ഇടാം അല്ലേ? ഫുൾ പീസ് അത് മെൽറ്റ് ആയിക്കോളൂ, കുഴപ്പമില്ല. ഇത്രയുടെ ആവശ്യമേ വരുന്നുള്ളൂ. കാരണം നമ്മളുടെ ഡേറ്റ്സ് ഓൾറെഡി സ്വീറ്റ് ആണ്, അപ്പോൾ പിന്നെ നമുക്ക് ഒത്തിരി സ്വീറ്റിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. പിന്നെ ശർക്കര ആഡ് ചെയ്യുമ്പോൾ നല്ല കളറുള്ള ശർക്കരയൊക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഡാർക്ക് കളർ നമ്മളുടെ ഡേറ്റ് പിക്കിളിന് കിട്ടും. പിന്നെ അതുപോലെ സൈക്കോളജിയും കൂടെയാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ നല്ല ഡാർക്ക് കളറിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് രുചിയുണ്ട്. നമ്മളുടെ പിക്കിളിനായിരുന്നാലും ബീഫിനായിരുന്നാലും ഒക്കെ ഡാർക്ക് കളർ ആണല്ലോ എല്ലാവരും. അതെ, കണ്ടോ ഇപ്പോൾ തന്നെ ഡേറ്റ്സ് നന്നായിട്ട് കുക്കായി അതുമായിട്ട് മെൽറ്റ് ആവാൻ തുടങ്ങി. പിന്നെ ഡേറ്റ്സിന്റെ നമ്മളുടെ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ടിരിക്കും അതിന്റെ പെട്ടെന്ന് ഇപ്പൊ നമ്മളുടെ നല്ല എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് ഡേറ്റ്സ് ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഇപ്പൊ എനിക്ക് ഇന്ന് കിട്ടിയേക്കുന്നത് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ്സ് ആണ് കിട്ടിയേക്കുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് എപ്പോഴും നമ്മൾ ഡേറ്റ്സ് പിക്കിളായിരുന്നാലും നമ്മളുടെ ക്യാരറ്റ് ഡേറ്റ്സ് കേക്ക് ഇതേപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ അതാണ് യൂസ് ചെയ്യേണ്ടത്. അതാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അതുമായിട്ട് മെൽറ്റ് ആയി ചെയ്യും. ഇപ്പൊ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവർ കണ്ടുപിടിക്കത്തില്ല ഇതാണ് ഡേറ്റ്സ് ആണ് എന്ന് കണ്ടുപിടിക്കത്തില്ല, അറിയാണ്ട് അങ്ങ് കഴിച്ചോളും. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ട് ആഡ് ചെയ്യാം. ഒന്ന് കുറച്ചുകൂടെ വേണമെങ്കിൽ കിസ്മിസ് ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് റിച്ചും ടേസ്റ്റിയും ഒക്കെ ആവും. പിന്നെ നമ്മളുടെ സിമ്മിലാക്കിയിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ആ ഡാർക്ക് ഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫുള്ള് മെൽറ്റ് ആയി നല്ല ഒരു പിന്നെ ഡേറ്റ്സ് അനുസരിച്ചല്ലേ? അതെ അതെ. പിന്നെ നമ്മളുടെ കുക്കിംഗ് ടൈം അങ്ങനെ. പിന്നെ ടേസ്റ്റ് വരുന്നത് പിക്കിളല്ലേ യൂഷ്വലി, അപ്പം ഉണ്ടാക്കി ഇരിക്കുമ്പോഴാണ് അതിന്റെ ഒറിജിനൽ ടേസ്റ്റ് പിടിക്കുക. എല്ലാം മൊത്തത്തിൽ ഇറങ്ങി അതൊന്ന് ടേസ്റ്റ് കിട്ടുന്നത് ഒരു ഡേ ആയിട്ടായിരിക്കും. അപ്പൊ സെറ്റായോ? സെറ്റായി. ഇനി നമുക്ക് തിളയ്ക്കുന്നുണ്ടല്ലേ ചെറുതായിട്ടൊന്ന്? ഇത് നമുക്ക് ഇപ്പൊ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്. ഇത് നമുക്കൊന്ന് ലൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ വെള്ളമോ വിനിഗറോ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പുളിയും ഉപ്പും ഒക്കെ അനുസരിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം മധുരമായിരുന്നാലും എന്തുമായിരുന്നാലും നമുക്ക് അതിന്റെ നമ്മളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ശരി. ഇത് നമുക്ക് ഇനി ഒരു സെർവിങ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. അപ്പോൾ സിമ്പിളായിട്ട് 15 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചൂട് ഡേറ്റ്സ് പിക്കിൾ ഇവിടെ റെഡി ആയി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളൊരു 5 മിനിറ്റ്സ് ഒന്ന് സെറ്റിൽ ആവാനും അത് കുറച്ചൊന്ന് ടൈം ഇരിക്കട്ടെ എന്ന് ഓർത്തു ഒന്ന് പിടിക്കാനൊക്കെ ആയിട്ട്. അതിൻ്റെ ചൂടും കുറഞ്ഞുണ്ടാവും അല്ലേ? ഉള്ളിലോട്ട് ഉണ്ടാവും, മേളിലോട്ട് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. എന്തായാലും ഈ ഒരു കാര്യം എല്ലാവരും പറഞ്ഞതല്ലേ, വളരെ നല്ല റെസ്പോൺസ് റെസിപ്പിയാണെന്നാ പറയുന്നത്. പൊതുവെ ഡേറ്റ്സ് പിക്കിൾ അധികം കഴിക്കാത്ത ആളാട്ടോ ഞാൻ, പക്ഷെ ഡേറ്റ്സ് ആണെന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നില്ല. ചെറിയൊരു എരിവും പിന്നെ മധുരം. ശരിക്കും ഞാൻ കഴിച്ചിട്ടുള്ള ഡേറ്റ്സ് പിക്കിൾ എന്നൊക്കെ ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുണ്ട് കേട്ടോ. മറ്റേതൊക്കെ തീരെ നമുക്ക് ബിരിയാണിക്കൊപ്പം കിട്ടുന്ന തീരെ ഒരു ലിക്വിഡ് ടൈപ്പ്, നല്ല നല്ല എരിവും ഇതുള്ള ശരിക്കും മാങ്ങാച്ചാറൊക്കെ ഇതിന്റെ പോലെ തന്നെ ഉണ്ട്. ഡേറ്റ്സും കൂടെ വന്നിട്ട് നല്ല റിച്ച് ആയിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തായാലും ഉണ്ടാക്കാൻ മടിയുള്ളവർ നേരെ വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ബൾക്കായിട്ടൊക്കെ ഓർഡർ കൊടുക്കും കേട്ടോ. അപ്പം ബൾക്കായിട്ട് ഓർഡർ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തു തരും മടിയുള്ളവർ. അല്ലാത്തുള്ളവർ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സംഭവമാണ്, സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്നതാണ്. ഡേറ്റ്സ് പിക്കിൾ അധികം കഴിക്കാത്ത എനിക്ക് തന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ആ ഒരു ഫ്ലേവർ നമുക്ക് ഡേറ്റ്സ് പിക്കിൾ ആണെങ്കിൽ പോലും ഒത്തിരി ആ ഒരു സ്വീറ്റ് കൈൻഡ് ഓഫ് ഇതല്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ ഡേറ്റ്സ് പിക്കിൾ. റെസിപ്പിയും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിന് മുന്നേ കുറച്ച്
കത്തിയും വെച്ച് നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേറ്റ്സ് പിക്കിൾ വേണ്ടവർക്ക് നമ്മുടെ രുചിക്കൂട്ടിൽ ഫേസ്ബുക്ക് പേജിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കി തരുന്നതായിരിക്കും. ഇതിൻ്റെയൊക്കെ റേറ്റ് എങ്ങനെയാണ്, ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ചാർജ് വന്നിട്ട് ഡേറ്റ്സിൻ്റെ അന്നത്തെ റേറ്റ് നമ്മൾ വാങ്ങിക്കുന്ന യൂസ് ചെയ്യുന്ന ക്വാളിറ്റിയുടെ അനുസരിച്ചിട്ടും പിന്നെ ഗ്രാംസ് അനുസരിച്ചിട്ടുമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ റേറ്റ് ഇപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല, അന്നേരത്തെ ഒരു പ്രൈസ് അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയും വഴിയെ നമുക്ക് കുറച്ചധികം റെസിപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടാറ്റ.